ഹായ് ദോസ്തം, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ अली असगर हिंदी प्लस लैंग्वेज एकेडमी कोर्स कोऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं चाहिए से बनने वाले कुछ सेंटेंसेस. सो लेट्स स्टार्ट. ഓക്കെ ദോസ്തം, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചാഹിയെ. ഹിന്ദിയിൽ ചാഹിയെ എന്ന് പറഞ്ഞാൽ വാണ്ട്, വേണം എന്നുള്ളൊരു മീനിങ് ആണ്. എനിക്ക് വേണം, അവനിക്ക് വേണം, അവൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. ഈ ഒരു ആശയമാണ്, വളരെ ഈസി ആയിട്ട് ഉള്ളൊരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഫുഡ് വേണം. मुझे खाना चाहिए, मुझे खाना चाहिए. ഓക്കെ, അവൾക്ക് വെള്ളം വേണം. उसे पानी चाहिए, उसे पानी चाहिए. ഓക്കെ, അവന് വെള്ളം വേണമെന്ന് പറയുമ്പം ഉസേ പാനി ചാഹിയേ, ഉസേ പാനി ചാഹിയേ. അവനാണെങ്കിൽ അവളാണെങ്കിൽ നമ്മൾ ഉസേ തന്നെയാണ് യൂസ് ചെയ്യുക. രണ്ടിനും നമ്മൾ ഉസേ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അവർക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ ഉൻഹേ പാനി ചാഹിയേ, ഉൻഹേ പാനി ചാഹിയേ. ഓക്കെ, എനിക്ക് ക്യാഷ് വേണം, പൈസ വേണം. മുझे पैसे चाहिए, मुझे पैसे चाहिए. അവന് ക്യാഷ് വേണം. ഉസേ पैसे चाहिए, അവൾക്ക് ക്യാഷ് വേണം. ഉസേ पैसे चाहिए. ഇവിടെ ജെൻഡറിന് ഡിഫറൻസസ് വരില്ല, ഉസേ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മൾ സെൻറ്റൻസിൽ ത്രൂ ഔട്ടും മാറണില്ല. ചാഹിയെ ഇസ് ചാഹിയെ ഓൺലി. അത് ഫീമെയിൽ ആണെങ്കിൽ മെയിൽ ആണെങ്കിലും ചാഹിയെ തന്നെയാണ് നമ്മൾ പറയാം. സോ സെൻറ്റൻസിൽ വലിയ വ്യത്യാസങ്ങൾ വരില്ല ജെൻഡറിൻ്റെ ബേസ് ആയിട്ട്. ഇത് എന്താ വെച്ചാൽ നമ്മൾ ചാഹിയെ, എനിക്ക് വേണം, അവൾക്ക് വേണം എന്നല്ല. ഇപ്പോൾ വോണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ അധികം ചേഞ്ചസ് വരാത്തത്. അതേപോലെ വേറെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിലും അങ്ങനെ തന്നെ ചേഞ്ചസ് വരില്ല. ഓക്കെ, എനിക്കൊരു ജോലി വേണം. മുझे एक ജോബ് ചാഹിയെ അല്ലെങ്കിൽ മുझे एक നോക്കറി ചാഹിയെ എന്ന് പറയാം. ജോബാണ് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ദിവസം ഡെയിലി യൂസ് ചെയ്യണോണ്ട് മുझे एक ജോബ് ചാഹിയെ എന്ന് പറയാം. അല്ലെങ്കിൽ നോക്കറിയാണ് ഹിന്ദി. നോക്കരി എന്നാണ് ജോലി എന്നുള്ളത്, നോക്കരി എന്നാണ് പറയാം. നൗക്കർ എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, വേലക്കാരൻ എന്നുള്ള മീനിങ് ആണ്. നൗക്കരി എന്ന് പറഞ്ഞാൽ ജോബാണ്. ഓക്കെ, എനിക്ക് ഒരു പാൻറ് വേണം. मुझे एक पैंट चाहिए. ഓക്കെ, मुझे एक पैंट चाहिए. മുझേക്ക് പാൻറ് ചാഹിയെ. അവൾക്ക് ഒരു ചെരുപ്പ് വേണം. उसे एक चप्पल चाहिए അല്ലെങ്കിൽ उसे एक शूज चाहिए എന്ന് പറയാം. ഉസേക്ക് ഷൂ चाहिए. ചാഹിയെ. അവനൊരു ചെരുപ്പ് വേണം അല്ലെങ്കിൽ ഷൂ വേണം എന്ന് പറയുമ്പോഴും സെയിം उसे एक शू चाहिए അല്ലെങ്കിൽ उसे शू चाहिए എന്ന് പറയാം. ഓക്കെ, അവർക്ക് ഇവിടെ നിന്നും ഫുഡ് കഴിക്കണം. उन्हें यहाँ से खाना खाना चाहिए. उन्हें यहाँ से खाना खाना चाहिए. ഓക്കെ, എനിക്ക് കുറച്ച് മത്സ്യം വേണം. मुझे थोड़ी मछली चाहिए. मुझे थोड़ी मछली चाहिए. ഓക്കെ, അവൾക്ക് കുറച്ച് ഡ്രസ്സ് വേണം. उसे थोड़े कपड़े चाहिए. उसे थोड़े कपड़े चाहिए. അവർക്ക് ഒരു ജോലി വേണം. उन्हें एक जॉब चाहिए. उन्हें एक जॉब चाहिए. ഓക്കെ, എനിക്ക് ഹിന്ദി പഠിക്കണം. मुझे हिंदी सीखनी चाहिए. मुझे हिंदी सीखनी चाहिए. ഓക്കെ, എനിക്ക് ഒരു വീട് വേണം. मुझे एक घर चाहिए. मुझे एक घर चाहिए. അവന് ഒരു ഫ്ലാറ്റ് വേണം. उसे एक फ्लैट चाहिए. उसे एक फ्लैट चाहिए. അവൾക്ക് ഒരു ഫ്ലാറ്റ് വേണം. उसे एक फ्लैट चाहिए എന്നാണ് വരാം. उसे एक फ्लैट चाहिए. ഞങ്ങൾക്ക് ഒരു റൂം വേണം. हमें एक रूम चाहिए. हम सबको एक रूम चाहिए എന്നും പറയാം. ഹമേക്ക് റൂം ചാഹിയെ. ഞങ്ങൾക്കൊരു റൂം വേണം. എനിക്ക് ഒരു മൊബൈൽ വേണം. मुझे एक फ़ोन चाहिए. मुझे एक फ़ोन चाहिए. അവൾക്ക് ഒരു ലാപ്ടോപ്പ് വേണം. उसे एक लैपटॉप चाहिए. उसे एक लैपटॉप चाहिए. അവന് ഒരു ലാപ്ടോപ്പ് വേണം എന്ന് പറയുമ്പോഴും उसे एक लैपटॉप चाहिए എന്ന് പറയും. ഓക്കെ, उसे एक लैपटॉप चाहिए. ഉസേക്ക് ലാപ്ടോപ്പ് ചാഹിയെ. അവർക്ക് മിൽക്ക് വേണം, പാല് വേണം. उन्हें दूध चाहिए എന്ന് പറയാം. उन्हें दूध चाहिए. ദൂത് എന്നാണ് മിൽക്കിന് ഹിന്ദിയിൽ പറയാം. ഉനെ ദൂത് ചാഹിയെ. അവർക്ക് ദൂത് വേണം. എനിക്ക് ജ്യൂസ് വേണം. मुझे जूस चाहिए. मुझे जूस चाहिए. ഓക്കെ, മുझे ജ്യൂസ് ചാഹിയെ. അവൾക്ക് ഒരു ബാഗ് വേണം. उसे एक बैग चाहिए. उसे एक बैग चाहिए. അവനൊരു ബാഗ് വേണം എന്ന് പറയുമ്പോഴും उसे एक बैग चाहिए. ഉസേക്ക് बैग ബാഗ് चाहिए. ഉസേക്ക് ബാഗ് ചാഹിയെ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാഹിയെ വരുന്ന സമയത്ത് നമ്മളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മുझे എന്നാണ് വരാം.
മുജെ അത് മേ ആയിട്ട് മാറൂല, അല്ലെങ്കിൽ മേ ആ രീതിയിൽ മാറണില്ല, അത് മുജെ തന്നെ ആയിരിക്കും. അപ്പോൾ മുജെ പാനി ചാഹിയെ, മുജെ ഖാന ചാഹിയെ, മുജെ ബാഗ് ചാഹിയെ, മുജെ ബഹാർ ജാന ചാഹിയെ, ഇതിലൊക്കെ മുജെ തന്നെയാണ് വരിക. അതേപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടാണ് ചാഹിയെ സെൻറ്റൻസസ് വരുന്നത്. അതായത് നിങ്ങൾ മെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫീമെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉസെ എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവൻ എന്നുള്ള ആശയത്തിൽ പറയുന്ന സമയത്ത് നിങ്ങൾ ഉസയാണ് യൂസ് ചെയ്യുക. സോ നമ്മളെ കുറിച്ച് പറയുമ്പോൾ മുജെ, വേറെ ആളെ കുറിച്ച് പറയുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ ആയാൽ ഉസേ എന്നാണ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ പ്ലൂറലായിട്ട് പറയുന്ന സമയത്താണ് ഉൻഹേ എന്ന് പറയുക, അവർക്ക് എന്നുള്ള രീതിയിൽ. അവർക്ക് വേണം, അപ്പം ഉൻഹേ ചാഹിയെ. അവൻക്കോ അല്ലെങ്കിൽ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഉസേ ചാഹിയെ എന്നാണ് വരിക. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ്സൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാൻ നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ എല്ലാ വീഡിയോസും ലിസ്റ്റ് ആവുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാൻ മറക്കരുത്. എൻ്റെ വരെ നമ്മൾ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് നിങ്ങളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.